നമസ്കാരം. 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 ഇന്ന് നമുക്ക് പ്രമുഖ EFTയുടെ ട്രെയിനർ NLPയുടെ ഗ്രാൻഡ് മാസ്റ്ററുമായിട്ടുള്ള ശ്രീകുമാർജിയാണ് നമ്മളോടുള്ളത്. അദ്ദേഹത്തിനോട് EFTയെ കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാം. സർ, എന്താണ് EFT? EFT എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണരൂപം ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ മനസ്സിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കും. അതായത് ബോധ മനസ്സെന്നും ഉപബോധ മനസ്സെന്നും വെച്ച് നമ്മുടെയൊക്കെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുള്ളത് ഉപബോധ മനസ്സിനാണ്. ഈ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും സിമ്പിളും ഇഫക്റ്റീവുമായ ടൂളുകളിൽ ഒന്നാണ് EFT. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന EFT കൊണ്ട് ഒട്ടേറെ പ്രയോജനങ്ങളുണ്ട്. നമുക്ക് മാനസികവും ശാരീരികവും വൈകാരികവുമായ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ ഈ ടൂള് ഉപയോഗപ്പെടുത്താം. നമുക്കുണ്ടാവുന്ന നെഗറ്റീവായ ചിന്തകളെയും വികാരങ്ങളെയും പെട്ടെന്ന് നമ്മളിൽ നിന്ന് റിലീസ് ചെയ്യാൻ ഉപയോഗപ്രദമായിട്ട് ഇത് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഒട്ടേറെ ആഗ്രഹങ്ങളുണ്ടാവും. ഈ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും ഈ ടൂളിനെ മനോഹരമായ വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ഇതാണ് EFT കൊണ്ടുള്ള പ്രയോജനങ്ങൾ. അതുപോലെ ഈ EFT പ്രാക്ടീസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഉണ്ടായി. സാറ് ചോദിച്ച ചോദ്യം അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒട്ടേറെ അനുഭവങ്ങൾ വരുന്നുണ്ട്. എങ്കിലും ഒരു വളരെ പ്രധാനപ്പെട്ട ഇപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ EFT എന്ന ടൂള് പഠിക്കുന്നത് 2019-ലാണ്. 19 കൊറോണയ്ക്ക് തൊട്ട് മുമ്പ്. അപ്പോൾ ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പായിട്ട് എനിക്ക് ബ്ലഡ് പ്രഷർ BP ഒന്ന് കൂടിയായിരുന്നു. കൂടിയെന്ന് മാത്രമല്ല, ഏകദേശം 200-നടുത്ത് വന്ന സമയത്ത് ഞാൻ ക്ലിനിക്കിൽ പോയി പരിശോധിച്ചു. 200-നടുത്താണെന്ന് പറഞ്ഞു. ഡോക്ടർ ടാബ്ലറ്റ് കഴിക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ EFT ചെയ്തുകൊണ്ടിരുന്ന സമയം ആയതിനാൽ ഞാൻ EFT എല്ലാ ദിവസവും രാവിലെ ഉറക്കമുണർന്നുടനെ 5 മണിക്ക് EFT ടാപ്പിംഗ് ചെയ്തു നിത്യവും. അങ്ങനെ 2-3 ദിവസം EFT ചെയ്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചപ്പോൾ നോർമൽ റേഞ്ചിലോട്ട് BP വന്നു. ബ്ലഡ് പ്രഷർ അതായത് 120-നടുത്ത് തന്നെ BP വന്നു. ഇത് എന്നിൽ വലിയ അത്ഭുതമുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മരുന്നിന് പകരം EFT ഉപയോഗിക്കാമെന്ന അർത്ഥത്തിലല്ല, മറിച്ച് എൻ്റെ ഒരു അനുഭവമാണ്. ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ്, അതുകൊണ്ട് തന്നെ അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നമുക്ക് അസുഖാവസ്ഥകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ മെഡിസിനോടൊപ്പം തന്നെ ഓൾട്ടർനേറ്റ് മെഡിസിനായിട്ട് EFT കൂടെ ഉപയോഗിക്കുന്നത് എന്തായാലും അത് ഉത്തമമായിരിക്കും എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. ഈ EFTക്ക് ഇത്രയും പ്രചാരണം ശ്രദ്ധിക്കാനുള്ള കാരണം എന്താണ്? EFT എന്ന് പറയുന്ന ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് ഇത്രത്തോളം പ്രചരിപ്പിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ പ്രചാരം നേടാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് പലതാണ്. ഇത് ഏറ്റവും സിമ്പിളും ഇഫക്റ്റീവുമായ ഒരു ടെക്നിക്കാണ്. അതാണ് ഒന്നാമത്തെ കാരണം. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരവസ്ഥയിലായിരുന്നാലും EFT തെറാപ്പി പ്രകാരം നമ്മൾ ആ അവസ്ഥയെ ആദ്യം അംഗീകരിക്കുക. നമ്മൾ എന്താണോ അതിനെ നമ്മൾ അംഗീകരിക്കുന്നു, എന്നിട്ടാണ് നമ്മൾ സൊല്യൂഷനിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് സൊല്യൂഷൻ ലഭിക്കാനുള്ള കാരണമായി തീരുന്നു. ഈ കാരണങ്ങളായിരിക്കണം EFTക്ക് പ്രചാരം ലഭിച്ചത് പെട്ടെന്ന്. വേറെ കുറേ ഹീലിംഗ് മെത്തേഡുകൾ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് പ്രാണിക് ഹീലിംഗ് ഉണ്ട്, പിന്നെ റേക്കി ഉണ്ട്. അതുപോലെ EFTയിൽ ഡിസ്റ്റൻസ് ഹീലിംഗ് സാധ്യമാണോ? തീർച്ചയായിട്ടും ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിലും ഈ മറ്റ് എനർജി ഹീലിങ്ങിനെ പോലെ തന്നെ ഡിസ്റ്റന്റ് ഹീലിംഗ് സാധ്യമാണ്. എന്നാൽ ഇതിന്റെ ഫൗണ്ടറായ ഗാരി ക്രെയ്ഗ് അതിനെ അധികം പ്രോത്സാഹിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നത്, നമ്മൾ ഡിസ്റ്റന്റ് ഹീലിംഗ് ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ഒന്നുകിൽ ആ വ്യക്തിക്ക് EFT ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയായിരിക്കണം, ടാപ്പിംഗ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ആവശ്യപ്പെടണം ഹീലറിനോട്. അതായത് എനിക്കിത് അത്യാവശ്യമാണ്, ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് ആവശ്യപ്പെടണം. അല്ലാതെ EFTയിൽ ഫൗണ്ടർ ഉൾപ്പെടെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, EFTയിൽ ഡിസ്റ്റന്റ് ഹീലിംഗ് സാധ്യമാണ്. EFT എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മനസ്സിലൊക്കെ വർക്കൗട്ട് ആവുന്നത്? ഈ EFT ഫോം ചെയ്തത് പാരമ്പര്യ ചൈനീസ് ചികിത്സാ രീതിയായ അക്യൂപ്രഷറിൽ നിന്നാണ്. അപ്പോൾ ഈ പാരമ്പര്യ ചൈനീസ് ചികിത്സാ രീതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജീവോർജം അല്ലെങ്കിൽ വൈറ്റൽ ഫോഴ്സ് അതിൻ്റെ സുഗമമായ പ്രവാഹമാണ് ഒരു മനുഷ്യന് പൂർണ്ണമായ ആരോഗ്യം നൽകുന്നത്, മാനസികവും ശാരീരികവും വൈകാരികവുമായ ആരോഗ്യം നൽകുന്നത്.
ഈ വൈറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ ജീവശക്തി ശരീരമാകെ ഒഴുകിയെത്തുന്നത് മെറിഡിയൻ പോയിന്റ്സിലൂടെയാണ് ശരീരത്തിലെ. അപ്പോൾ ഈ മെറിഡിയൻ പോയിന്റ്സിലുണ്ടാവുന്ന ബ്ലോക്കുകൾ നമ്മുടെ ഈ ജീവശക്തി നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും അങ്ങനെ രോഗാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഈ EFT ടാപ്പിംഗ് മെറിഡിയൻ പോയിന്റ്സ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ ജീവശക്തിയുടെ സുഗമമായ ഒഴുക്ക് സാധ്യമാകുന്നു. അങ്ങനെ നമുക്ക് ശാരീരികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യം ലഭിക്കുന്നു. അതുമാത്രമല്ല, ഒരു മനുഷ്യന്റെ സർവ്വതോന്മുഖമായ ഉയർച്ച ഇതിലൂടെ സാധ്യമാകുന്നു. അതുകൂടാതെ ഈ അടുത്ത കാലത്തായിട്ട് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ EFTയെ ഒരു എവിഡൻസ് ബേസ്ഡ് മൊഡാലിറ്റി ആയിട്ട് അംഗീകരിച്ച് കഴിഞ്ഞു. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഇത് നമുക്ക് വളരെ ലളിതമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? അതായത് കോംപ്ലിക്കേഷൻ ഉള്ള സാധനമാണ്? ഇല്ല, നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഇത് വളരെ ലളിതമാണ്. ഒരു സാധാരണ മനുഷ്യന് ഒരു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കുവാൻ പറ്റുന്ന ഒരു കാര്യമാണ് EFT എന്ന ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. ഒരു ട്രെയിനിങ്ങിലൂടെയൊക്കെ, ഒരു ഏകദിന ശില്പശാലയിലൂടെയൊക്കെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ പഠിക്കാം. ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ ബേസിക് കാര്യങ്ങൾ വെച്ച് തന്നെ നമ്മുടെ 90% പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. നമുക്ക് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ പേര് പ്ലാറ്റ്ഫോം ഓഫ് പോസിറ്റീവ്നെസ് എന്നാണ്. ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി EFTയുടെ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിൻ്റെ ഏകദിന ശില്പശാലകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ 13-ാം തീയതി 2ാം ശനിയാഴ്ച നമ്മൾ അങ്ങനെ ഒരു ശില്പശാല ഏകദിന ട്രെയിനിങ് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ ആൾക്കാർ സ്ഥിരം ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇടയ്ക്കൊക്കെ EFT ട്രെയിനിങ് നടത്തി വരുന്നുണ്ട് ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ EFTയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സർ. താങ്ക് യു.